ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, ഇത് നമ്മുടെ SSLC എക്സാം ഇതാ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ടെൻഷനിലായിരിക്കും. ഒരു ടെൻഷൻ അടിക്കേണ്ട, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. കാര്യം ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ള പരീക്ഷയാണ്. മാത്തമാറ്റിക്സും ഒരേ പൊളി എളുപ്പമായിരിക്കും. അതിൽ ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പുതരാം. ഈ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സും അതേപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ കോണ്ടന്റ് വീഡിയോസും അതുപോലെ തന്നെ മറ്റ് വരയ്ക്കാനുള്ള വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടാൽ മതി. വേറെ ഒന്നും വേണ്ട, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളോടൊക്കെ പറയാനുള്ളത്, ആദ്യം തന്നെ ലൈക്ക് അടിക്കുക. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ. അപ്പോൾ ആ എക്സാം എങ്ങനെ ഉണ്ടെന്ന് സാറോട് നേരിട്ട് ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റയിലൂടെ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഒരേ പൊളിയായിട്ട് ഏതൊക്കെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. അടിപൊളിയാണ്, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഈസ് വെരി സിമ്പിൾ. ഇൻ ദ ഫിഗർ ഡയമീറ്റർ ഓഫ് എ സെമി സർക്കിൾ. ശ്രദ്ധിക്കണേ, ചോദ്യം നോക്കണേ. വെയിറ്റ് ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ സാധനം കണക്റ്റ് ആവാതിക്കുന്നത്. ഓക്കെ, റെഡി? അപ്പം നോക്കാം. ഇതാ എന്താ നോക്ക്. വെയിറ്റ്. ഓക്കെ, ഇപ്പം റെഡി ആയിട്ടോ. ഇതാ ശ്രദ്ധിക്കട്ടോ. ഇൻ ദ ഫിഗർ ദ ഡയമീറ്റർ ഓഫ് എ സെമി സർക്കിൾ AB. ഇതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. സെമി സർക്കിൾ ആണ്. ഇത് 6 ആണ്, ഇത് 3 ആണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തം എന്നാ പറയുന്നത്. ഒരേ പുള്ളിയാണ് മക്കളെ. ഈ PC-യുടെ നീളം എത്രയാടാന്ന് ചോദിച്ചാൽ AP ഇൻറ്റു PB. ഇതാ കണ്ടോ, AP ഇൻറ്റു PB. ദിസ് ഈസ് AP, ദിസ് ഈസ് PB. അപ്പൊ AP ഇൻറ്റു PB എങ്ങനെയാ? അപ്പൊ നമ്മൾ ഇത് ഇക്വേഷൻ എന്ന് പറഞ്ഞേ, AP ഇൻറ്റു PB ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാടാ സാധനം? PC സ്ക്വയർ. AP ഇൻറ്റു PB ദാറ്റ് ഈസ് ഈക്വൽ ടു PC സ്ക്വയർ. AP എത്രടാ? 6 ഇൻറ്റു PB എത്രടാ? 3. that is equal to PC square. 6 into 3 that is 18. that is equal to PC square. സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ √18 that is PC. ദേ നമ്മുടെ ഉത്തരം PC √18. ഒരേ പുളി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേക്കുക മക്കളെ. √18 നമുക്ക് സൈഡ് കിട്ടി. ഇനി ഇതൊന്നും കിട്ടാത്തൊരു കുട്ടിയാണെങ്കിൽ മക്കളെ പറയട്ടെ, ഇത് 6 ഇത് 3 ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് 6 into 3 18 അല്ലേ, ആ 18ന്റെ റൂട്ട് ആയിരിക്കും ഇവിടെ വരിക. അങ്ങനെ പഠിച്ചു വെച്ചോണ്ട് കേട്ടോ. അതേ ചോദ്യത്തിന് സപ്പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞത്. √18 വശമുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കാൻ. അപ്പൊ ഇത് √18 എങ്ങനെയാ കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് 6ഉം 3ഉം വന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരച്ചാൽ മതി. അതെങ്ങനെയാ വരയ്ക്കാന്ന് സാറ് പറഞ്ഞതരേ. അപ്പൊ √18 സൈഡുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. √18 സൈഡ് വേണമെന്ന് പറഞ്ഞാൽ മക്കൾ ആദ്യം √18 അല്ലേ നമുക്ക് വേണ്ടത്. 18 എടുത്തോ. 18 നമുക്ക് 6ഉം 3ഉം ആക്കി ഡിവൈഡ് ചെയ്തൂടെ? എടാ 6 into 3 അല്ലേ 18. ഇതേ സാധനം, ഈ സെയിം സാധനം തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പം 6 സെൻറ്റിമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം, 3 സെൻറ്റിമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ 6ഉം 3ഉം കൂട്ടിക്ക് 9 സെൻറ്റിമീറ്റർ. ആ 9 സെൻറ്റിമീറ്ററിലായിരിക്കണം നിങ്ങൾ ഒരു വര വരയ്ക്കേണ്ടത്. എവിടെ വരയ്ക്കുക? നേരെ താഴെ തന്നെ വരച്ചോ. ഒരു വര വരച്ചോ. 9 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചേ. 9 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചേ. നോക്കിക്കോട്ടോ, 9 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചേ. 9 സെൻറ്റിമീറ്റർ. ആ 9 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചതിന് ശേഷം ചില സമയത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതിങ്ങനെ വരുമ്പേ, ഇത് 9 ആണേ. 9 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? വെയിറ്റ്. ഒരു കഷ്ണം 6ഉം ഒരു കഷ്ണം 3ഉം ആക്കിയിട്ട് അതിനെന്ത് ചെയ്യാം, ഇതാക്കാം. അതായത് ഇത് 6, ഇത് 3 അല്ലേ. 6നെ 3നെ ഒരു കഷ്ണാക്കി നോക്ക്. ഇവിടെ മുതൽ ഇവിടെ വരെ 6 ആയിരിക്കേ, 6 സെൻറ്റിമീറ്റർ. ബാക്കി ഇത് എത്ര ആയിരിക്കും? 3 ആയിരിക്കേ. അപ്പോൾ ഒരു കഷ്ണം ഇവിടുന്ന് ഇവിടെ മുതൽ ഇവിടം വരെ 6, ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? 3 ആണ്. അപ്പം ഒരു കണ്ടം 6ഉം മറുകണ്ടം 3ഉം ആണ്. അപ്പം 9 സെൻറ്റിമീറ്റർ ആണ്. ആ 9 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ട് ഓരോ കഷ്ണം 6ഉം 3ഉം എടുത്തിട്ട് മക്കളെ പഠിച്ചോ, 9ന്റെ പകുതി എത്രയാ? ചില കുട്ടികൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒക്കെ വരയ്ക്കാറുണ്ട്, ലംബ സമവാക്യമൊക്കെ വരയ്ക്കാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ 9ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 4 എവിടെയാ പോയിന്റ് വരുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം 4 എവിടം വരെ ഉള്ളത് വിചാരിച്ചോ. അതായത് ഇവിടെ മുതൽ ഇവിടം വരെ 4. ബാക്കി ഇവിടെ മുതൽ ഇവിടം വരെ എത്ര വരിക?
4.5. അപ്പോൾ ഒരു കഷ്ണം 4.5യും മറ്റേ കഷ്ണം 4.5യാണ് വരുന്നതെങ്കിൽ ആ 4.5യിൽ കുത്തുക. കോമ്പസ് എടുത്തേ, കോമ്പസിൽ സ്കെയിലിനോട് ചേർത്ത് വെച്ച് 4.5 എടുത്തേ. 4.5 കോമ്പസിന്റെ കൂർപ്പ് ഇവിടെ കുത്ത്. എന്നിട്ട് ഒരു സെമി സർക്കിൾ വരച്ചേ. ഇതുപോലെ ഇതാ കൂർപ്പ് ഇതാ ഈ കറുപ്പിൽ കുത്തിയിട്ട് അവിടുന്ന് നേരെ ഒരു സെമി സർക്കിൾ വരയ്ക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ചിത്രം. എന്നിട്ട് നിങ്ങൾ സെറ്റ് സ്ക്വയർ എടുത്തേ. സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലേ, അത് ഇങ്ങനെ വെച്ചേ. ഇതാ ഇത് ഈ സാധനം അത് വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇത് കിട്ടും. ഇതാ ഇങ്ങനെ വരച്ചോ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ, ഈ സാധനം കണ്ടോ, അങ്ങനെ വെച്ചിട്ട് അത് നേരെ ഇവിടെ വെക്കരുത് കേട്ടോ. ഇത് സെമി സർക്കിൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നതാണ് അത് സെൻറ്റർ. ഓൻ്റെ ഉപകാരം അവിടെ കഴിഞ്ഞു. ഞാൻ ചെയ്യരുത്. ഇത് എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ വെക്കുക, നേരെ വരയ്ക്കുക. ഓക്കെ, നേരെ വരയ്ക്കുക. കണ്ടോ, നേരെ വരയ്ക്കുക, നേരെ വരച്ചാൽ മതി സെറ്റ് സ്ക്വയർ വെച്ചിട്ട്. അപ്പം എന്താ അർത്ഥം, ഇത് 6ഉം ഓക്കെ, ഇത് 6ഉം ഇത് 3ഉം ആകുമ്പോൾ അതിൻ്റെ റൂട്ടായിരിക്കും ഇത് √18. എടാ ഒരു സൈഡ് √18 ആണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ വശവും √18 സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ മക്കളെ ഈ പച്ച കളർ കാണിക്കുന്ന ഈ സാധനം കണ്ടോ, അത് നിങ്ങൾ കോമ്പസിൽ എടുക്കുക. ഏത് ഇതാ ഇവിടെ മുതൽ ഇവിടം വരെ അത് കോമ്പസിൽ എടുക്കാം. ആ കോമ്പസിൽ അത് എടുത്തതിന് ശേഷം ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചേ, ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് അത് ജോയിൻ ചെയ്തേ. ഇതൊക്കെ എത്ര തന്നെ ആയിരിക്കും, √18 ആയിരിക്കും. കാര്യം അതല്ലേ നമ്മൾ 2 ഭാഗത്തും ചെയ്തത്. ഇത് √18 ആയിരിക്കും. കാര്യം അതാണ് നമ്മൾ കോമ്പസിൽ എടുത്തത്. ഇതൊക്കെ √18 ആയിരിക്കും. കണ്ടോ, പച്ച കളർ കാണുന്നൊക്കെ √18 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ √18. ഇനി ഈ സാധനമാണെങ്കിൽ നിങ്ങളിതാ ഇങ്ങോട്ടും വരയ്ക്കാം. പക്ഷെ ഇത് √18 കിട്ടുക, അതിങ്ങോട്ട് ആർക്ക് വരയ്ക്കുക എന്നുള്ളത് ഐഡിയ മനസ്സിലാക്കുക. അടിപൊളിയാണോ നിങ്ങൾ? ഉഷാറല്ലടാ? ഒരേ പൊളി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. മക്കളെ ഞാൻ വീണ്ടും പറയാണ്, പരീക്ഷയ്ക്ക് ഇതുപോലത്തെ ചോദ്യം എത്ര വട്ടാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോ. ക്വസ്റ്റ്യൻ എന്താ, ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരച്ചിരിക്കുന്ന ഒരു വര ഞാണിനെ 2 ഭാഗങ്ങളാക്കുന്നു. ഒന്നുമില്ല, ഓല് ഇങ്ങനെ വെറുതെ പൊലിപ്പിക്കുകയാണ്. പറഞ്ഞു കളഞ്ഞ് പൊലിപ്പിക്കുക. OP5 ഈ സാധനങ്ങളൊക്കെ ചോദ്യത്തിൽ തരും. ആ ചോദ്യത്തിൽ തന്ന സാധനം ചിത്രത്തിൽ ഒന്ന് അടയാളപ്പെടുത്തിക്കേടാ. OP5 ദിസ് ഈസ് 5, അത് D ആണ് കേട്ടോ. ഇങ്ങനൊരു ചിത്രം കണ്ടാൽ ഉടനെ നിങ്ങൾ പഠിച്ചോ. ഇത് ചിത്രത്തിൽ നിന്ന് ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഈ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനൊരു ചിത്രം വന്ന ഇക്വേഷൻ എന്താ പറ. ഇക്വേഷൻ പഠിച്ചോ. AP × PB, അതായത് ആ ഞാളൻ 2 കഷ്ണം AP × PB. ഏതൊക്കെയാ കഷ്ണം? ഓരോ കഷ്ണം ഏതൊക്കെയാടാ? AP × PB ദാറ്റ് ഈസ് ഈക്വൽ ടു R² - D². ഈ ഒരു ഇക്വേഷൻ അങ്ങോട്ട് സെറ്റ് ആക്കിച്ചോ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടാൽ പഠിച്ചു വെച്ചോ. ആ ഇക്വേഷൻ അങ്ങോട്ട് സെറ്റ് ആക്കിക്കോ. AP × PB ദാറ്റ് ഈസ് ഈക്വൽ ടു R² - D². അത്രേ ഉള്ളൂ. അപ്പൊ AP ഒക്കെ ഒന്ന് കൊടുത്തോ. AP എന്ന് പറഞ്ഞാൽ PA തന്നെയാണ്. ഇത് 4 ആണ് ചോദ്യം തന്നിട്ടുണ്ട്. PB 6 ആണ്. അപ്പൊ ഒന്ന് കൊടുത്തേ. AP 4, PB 6, R² - D എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5². 6 നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കണം. അപ്പൊ 4 6 24, R² - 25. ഈ -25 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +25 ആവും കേട്ടോ. -25 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +25 ആവും. അപ്പോൾ എത്ര വരും? 24 + 25 ദാറ്റ് ഈസ് ഈക്വൽ ടു R². അപ്പം 24 25 എത്രടാ? 49 ദാറ്റ് ഈസ് ഈക്വൽ ടു R². സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ 49 വരും. ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ഇസ് ആൻസർ. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചോ. ക്ലാസ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് തന്നെ സാറോട് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇതാണ് സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഈ IDയിലൂടെ നിങ്ങൾക്ക് പറയാം, വൈശാഖ് JR. ഇനി അതല്ലെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാലും മതി. ഒരേ പുളിയായിട്ട് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ VJR ഫ്രം സൈലന്റ് ലേണിംഗ്. വീണ്ടും കാണാം. ബൈ.